ഷെക്കാന ടെലിവിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഇവാഞ്ചലിക്കൽ സഭ വൈദികനും എക്ലേസിയ യുണൈറ്റഡ് ഫോറം എന്ന സംഘടനയുടെ പ്രസിഡൻറ്റുമായ റവറൻ ഡോക്ടർ ജോൺസൺ തേക്കടയിൽ അച്ഛനാണ്. ഇന്ന് ക്രൈസ്തവ സമൂഹം നേരിടുന്ന ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച്, അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ചൊക്കെ അച്ഛൻ ഇന്ന് നമ്മളോട് സംസാരിക്കുകയാണ്. ജോൺസൺ അച്ഛ, വളരെ താങ്ക് യു. നമുക്കറിയാം അച്ഛ, ഈ കാലഘട്ടം നമ്മുടെ ക്രൈസ്തവ സമൂഹം, ക്രൈസ്തവ സഭകൾ ഒരുപക്ഷെ മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. സഭകൾക്കകത്തു നിന്നുള്ള പ്രശ്നമാണ് പലപ്പോഴും പുറത്തു നിന്നുള്ള വിഷയത്തേക്കാൾ കൂടുതലായിട്ട് സഭയെയും സഭാവിശ്വാസികളെയും ഒക്കെ കൂടുതലായിട്ട് ബാധിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, കത്തോലിക്ക സഭയിൽ തന്നെ എറണാകുളത്തെ വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ താൽക്കാലികമായിട്ട് ഒതുങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ തമ്മിലുള്ള വിഷയങ്ങൾ, പെന്തക്കോസ്ത് സഭകളിലാണെങ്കിൽ പോലും അവിടെയും പരസ്പരം ഇപ്പോൾ അവർക്ക് തിരഞ്ഞെടുപ്പായി, മത്സരമായി, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അവിടെയും ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ക്രൈസ്തവ സമൂഹം, ക്രൈസ്തവ സഭകൾ ചില പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് സഭയ്ക്കകത്തു നിന്ന്. ഇങ്ങനെയുള്ള വിഷയത്തിൽ ഒരു ഇവാഞ്ചലിക്കൽ വൈദികൻ എന്ന നിലയിൽ അങ്ങ് എങ്ങനെയാണ് ഇതിനെയൊക്കെ നോക്കിക്കാണുന്നത്? ഓക്കെ, സഭയ്ക്ക് അക്കാലത്തും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഡൊമസ്റ്റിക് പ്രോബ്ലംസ് എന്ന് പറയുന്നത് സഭയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. ഡൊമസ്റ്റിക് പ്രോബ്ലംസ് അംഗസംഖ്യ വർദ്ധിക്കുന്നതനുസരിച്ച് പ്രധാനമായിട്ട് നമുക്കൊരു ഡെമോക്രസിയിൽ നിൽക്കുന്ന സഭകളാകുമ്പോൾ, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള സഭകളാകുമ്പോൾ എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയും. പക്ഷേ മാനുഷികമായ അഭിപ്രായങ്ങളെക്കാളും ദൈവികമായിട്ടുള്ളൊരു കൂടിച്ചേരലിൻ്റെ ഒരു ഘടകമായി സഭാവിശ്വാസത്തെ കണ്ടു കഴിഞ്ഞാൽ, സഭ കൂട്ടായ്മയെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മളെ പേരെടുത്താരെയും വിമർശിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ സഭകളിലും അവരുടേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ വിശ്വാസ പരിത്യജനമാണ്. വിശ്വാസം പരിത്യജിക്കപ്പെട്ടു. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സഭ വെല്ലുവിളി നേരിടുന്നത് ആളുകളുടെ ക്രിസ്താനുഭവമില്ലായ്മയാണ്. യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ചേരുന്ന ഒരനുഭവം വിശ്വാസികൾക്കില്ല. അവർ കാണുന്നത് മുഴുവനും ഭൗതികമായൊരു തലങ്ങളിലുള്ള. ഇടയ്ക്കൊന്ന് ചോദിക്കട്ടെ, വിശ്വാസികളുടെ ഭാഗത്തു നിന്നല്ലല്ലോ കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് മുഴുവൻ ആദ്യം വിശ്വാസങ്ങളിൽ നിന്നാണ്. അല്ല, സഭ വിശ്വാസിയായാൽ മാത്രമേ നേതൃത്വ നിരയിൽ വരാൻ പറ്റുള്ളൂ. സഭ വിശ്വാസി അല്ലാത്തതുകൊണ്ടാണ് നേതൃത്വത്തിൽ ഇരിക്കുന്ന ആൾക്ക് സഭയെക്കുറിച്ചുള്ളൊരു കൺസേൺ വരാതെ വരുന്നത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ഇടവകയിലുള്ള ആളുകളുടെ വേദനകൾ എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ നല്ലൊരു ഇടയനാവും? നല്ലൊരു വൈദ്യനാകാൻ എനിക്ക് പറ്റുകയില്ല. അപ്പോൾ എൻ്റെ ജനത്തിൻ്റെ വേദനകളെ ശരിയായി മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? മറ്റുള്ള തലങ്ങളിലേക്ക്, അതിന് കാരണം ഞാൻ മറ്റുള്ള തലങ്ങളിലേക്ക് എൻ്റെ ശ്രദ്ധ പതിപ്പിക്കുന്നുള്ള. അപ്പോൾ ജനത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ഘടകം ഈ സാഹോദര്യ ബന്ധം എന്നുള്ളത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെയും ക്രിസ്തീയ സഭയുടെയും അടിത്തറയാണ്. സഭ എന്ന് പറഞ്ഞാൽ എന്താ? 3 കാര്യങ്ങളാണ് സഭയ്ക്കകത്തുള്ളത് ഉണ്ടാകേണ്ടുന്നത്. ഒന്ന് അഗാപ്പെ, ദൈവിക സ്നേഹം, അതെ, കൊയിനോണിയ എന്നൊക്കെ നമ്മൾ പറയുന്ന കൂട്ടായ്മ ഉണ്ടാകുന്ന സ്നേഹം. മറ്റൊന്ന് ഹെൽപ്പിംഗ് ഈച്ച് അതർ, മറ്റുള്ളവരെ സഹായിക്കുക. മൂന്നാമത്തത് ഷെയറിങ്, വേറൊരു വാക്കിൽ പറഞ്ഞാൽ കെയറിങ്, ലവിങ് ആൻഡ് ഷെയറിങ്. കെയറിങ്, ലവിങ് ആൻഡ് ഷെയറിങ്, ഇത് 3 ഉള്ളതാണ് സഭ എന്ന് പറയുന്നത്. എക് കലയ എന്നുള്ള അതിൻ്റെ തിയോളജി പറയുകയാണെങ്കിൽ എക് കലയ എന്നുള്ള ഫിലോളജിയിൽ നിന്നാണ് എക്ലീസിയ എന്നുള്ള പദം വന്നത്. വിശ്വാസികളുടെ കൂട്ടം, വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം, കർത്താവിനായി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടം, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരുടെ കൂട്ടം എന്നൊക്കെ അതിനർത്ഥമുണ്ട്. അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ ഈ 3 ഘടകങ്ങളില്ലെങ്കിൽ അതിനെ സഭ നമുക്ക് വിളിക്കാൻ പറ്റില്ല. സ്നേഹവും കരുതലും അതുപോലെ പങ്കുവെക്കലും ഇല്ല എങ്കിൽ പിന്നെ എങ്ങനെ നമുക്ക് സഭ എന്ന് വിളിക്കാൻ പറ്റും? അപ്പോൾ ഇത് എൻ്റെ ചർച്ചിലുണ്ടോ, എനിക്കുണ്ടോ എന്ന് ഓരോ വൈദികരും ഓരോ വിശ്വാസിയും പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ പ്രശ്നം തീരും. ഇത് പരിശോധിക്കുന്നില്ല എന്നുള്ളതാണ് എല്ലാ പ്രശ്നത്തിൻ്റെയും കാതലായ ഘടകം. സഭയ്ക്ക് പുറത്തു നിന്നുള്ള പ്രതിസന്ധികളെ, ആക്രമണങ്ങൾ, അതിനെ നമ്മൾ ഏതൊരു മനോഭാവത്തോടെയാണ് സ്വീകരിക്കേണ്ടത്? ഉദാഹരണത്തിന് ഈയിടെ ഛത്തീസ്ഗഡിൽ അച്ഛൻ കഴിഞ്ഞ ആഴ്ചയിൽ അവിടെ പോയിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ നമ്മുടെ ക്രൈസ്തവ സമൂഹം നേരിടുമ്പോൾ നമുക്കറിയാമോ, ഗവൺമെൻറ്റുകൾ നമുക്ക് അനുകൂലമല്ല, നമ്മുടെ സാമ്പത്തിക സ്ഥിതി നമുക്ക് അനുകൂലമല്ല, പല പ്രതികൂല ഘടകങ്ങളുമുണ്ട്. ക്രൈസ്തവർ പൊതുവെ ജനസംഖ്യയിൽ ഓരോ വർഷവും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മൾ
ഒത്തിരി പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സഭയ്ക്ക് പുറത്തു നിന്നുള്ള ഈ എതിർപ്പുകളെ അല്ലെങ്കിൽ അക്രമങ്ങളെ നമുക്ക് എങ്ങനെയാണ് നേരിടാൻ പറ്റുന്നത്? സഭയ്ക്ക് പുറത്തുനിന്നുള്ള ആക്രമണം എന്ന് നമുക്ക് അതിനെ വിളിക്കാൻ പറ്റില്ല. നമ്മൾ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് നമ്മുടെ ശക്തി അറിഞ്ഞുകൂടാ. നമുക്ക് നമ്മുടെ ശക്തി, ആനയ്ക്ക് അതിൻ്റെ ശക്തി അറിഞ്ഞുകൂടെന്ന് പറഞ്ഞ പോലെ ഞങ്ങളോട് അമിത്ഷാജി ഇപ്പോഴല്ല, കുറേ നാളുകൾക്ക് മുമ്പ് നേരിട്ട് ഞങ്ങൾ സന്ദർശിച്ച സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ പറയും നിങ്ങൾ എണ്ണത്തിൽ കുറവാണെന്ന്. അമിത്ഷാജി പറഞ്ഞതാണ്. അന്ന് അദ്ദേഹം മന്ത്രിയല്ല, അതിന് മുമ്പ് പറഞ്ഞതാണ്. എന്നാൽ ഞങ്ങളുടെ കയ്യിൽ എല്ലാ ഡേറ്റാസും ഉണ്ട്. നിങ്ങൾ യു ആർ മോർ ദാൻ 16% ഇൻ ഇന്ത്യ, 16% അന്ന്. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടുതൽ ഇപ്പോഴും ഉണ്ട്, ഉണ്ട്. സർക്കാർ തലത്തിൽ നമുക്ക് എന്തുകൊണ്ട് ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവകാശങ്ങൾ നേടിയെടുക്കാൻ സർക്കാർ തലത്തിൽ നമുക്ക് സാധിക്കുന്നില്ല? നമുക്ക് ശക്തിയില്ലാഞ്ഞിട്ടല്ല. ശരിക്കും സർക്കാരിന് നമ്മളെ ഭയമാണ്, എല്ലാ സർക്കാരിനും. ഇപ്പോൾ ഛത്തീസ്ഗഡിലും എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലംസ് എല്ലാം ഉണ്ടായത്? ക്രൈസ്തവ വിശ്വാസികൾ അവർ ഭയപ്പെടുന്നു. ക്രൈസ്തവ വിശ്വാസികൾ എണ്ണത്തിൽ കുറവാണെങ്കിലും അവരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഇപ്പം നമ്മൾ പൊതുവായിട്ട് പറയുമ്പോൾ 3% താഴെയാണ് നമ്മൾ ഇന്ത്യയിൽ. പക്ഷേ നമ്മൾ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇന്ത്യയിൽ ക്രൈസ്തവ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് നമ്പർ 1 അല്ലേ? ഏറ്റവും കൂടുതൽ എണ്ണത്തിലും ഗുണത്തിലും. ആദ്യത്തെ 20 ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബെസ്റ്റ് കോളേജുകൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 10 ക്രൈസ്തവ കോളേജുകളാണ്. സെൻറ്റ് സേവിയേഴ്സ് പോലുള്ള, അതുപോലെ സെൻറ്റ് സ്റ്റീഫൻസ് പോലുള്ള നിരവധി കോളേജുകൾ നമുക്ക് എണ്ണി പറയാൻ സാധിക്കും. അതുപോലെ നമ്മൾ കൈവെക്കാത്ത, പൈനിയറിംഗ് ആയിട്ട് നമ്മൾ എത്താത്ത ഏത് മേഖലയുണ്ട്? അപ്പം സയൻറ്റിസ്റ്റ് മേഖലകളിൽ, അല്ലെങ്കിൽ സയൻസ് മേഖലകളിൽ ക്രൈസ്തവൻ്റെ കോൺട്രിബ്യൂഷനാണ് ഏറ്റവും കൂടുതൽ സയൻസിനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അവൻ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ കർത്താവ് അവന് കൊടുക്കുന്ന പരിജ്ഞാനവും വിവേകവും അവൻ ഉപയോഗിച്ച് ശാസ്ത്രീയ രംഗങ്ങളിൽ അവന് ഉയർന്നു നിൽക്കുന്നു. വിദ്യാഭ്യാസ മേഖലകളിൽ ഞാൻ പറഞ്ഞല്ലോ, ആരോഗ്യ പരിപാലന കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകൾ, ഏറ്റവും കൂടുതൽ ആതുര സ്ഥാപനങ്ങൾ നടത്തുന്നവരാ ആണ്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ ശക്തി പുറമേ കാണിക്കാനല്ല, നമ്മുടെ ഇൻറ്റേർണലായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരോടും വിളിച്ചു പോയി പറയുന്നില്ല, പക്ഷേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ ശക്തി നമുക്ക് അറിയണം. എവിടെയെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ അവിടെ ആരെയാണ് പാസിഫൈ ചെയ്യാനായിട്ട് വിടുന്നത്? എന്നെ തന്നെ ഒരു മേഖലയിൽ പ്രതിനിധിയായിട്ട് അയച്ചിട്ടുണ്ട്. തമിഴ്നാടിൻ്റെ പ്രതിനിധിയായിട്ട് ഒരു പ്രശ്നത്തിൽ ഇടപെടാനായിട്ട് എന്നെ അയച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് എവിടെ പ്രശ്നങ്ങൾ റൈറ്റും മറ്റുമൊക്കെ ഉണ്ടായാൽ അവിടെ സിസ്റ്റേഴ്സിനെ അയക്കുന്നു പ്രശ്നം പരിഹരിക്കാനായിട്ട്. കാരണം സിസ്റ്റേഴ്സിനെയും അച്ഛന്മാരെയും പാസ്റ്റേഴ്സിനെയും ഒക്കെ അവർക്ക് വിശ്വാസമാണ്. നമ്മൾ സമാധാന പ്രിയരാണ്. നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ആക്രമണം ഉണ്ട് എന്നൊരു ധാരണയാണ്. ശരിക്കും ആക്രമണം നമുക്കില്ല. ഇവിടെ ഒരു സെക്കുലർ രാജ്യമാണ്. ഈ സെക്കുലർ രാജ്യത്ത് നമുക്ക് ഏറ്റെടുത്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് ഐക്യത്തോടെ ചെയ്ത് കഴിഞ്ഞാൽ ആരും നമുക്കൊരു ഭീഷണിയാകത്തില്ല, നമ്മളും ആർക്കും ഒരു ഭീഷണിയാകത്തില്ല. ഇവിടെ എന്തോ ഒക്കെ ചില പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നുമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിൻ്റെ പൊതു അവസ്ഥയിൽ ഇസ്ലാമികവൽക്കരണം നടക്കുന്നു എന്നുള്ളതാണ് പൊതുവിൽ ആളുകൾ പറയുന്നത്. ഇസ്ലാമവൽക്കരണം ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ RSS വൽക്കരണം വേറൊരു വശത്ത് നടക്കുന്നുണ്ട്. ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്, ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. അപ്പോൾ രണ്ടിലും കോഷ്യസ് ആയിരിക്കണം. നമ്മുടെ ചെറുപ്പക്കാർക്ക് പറ്റിയിരിക്കുന്ന ഒരു ഘടകം അല്ലെങ്കിൽ ഒരു പ്രശ്നം, അവർ ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയുകയില്ലെന്നുള്ളൊരു ധാരണ അവരുടെ മനസ്സിലേക്ക് ആരൊക്കെ വിതച്ചു കൊടുത്തു, അതിൽ അവർ വീണുപോയി. അതുകൊണ്ട് അവരെല്ലാം ഉപരിപഠനത്തിനും മറ്റുമായിട്ട് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നു. ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് കോളേജ് നമ്മൾ നടത്തുകയും ചെയ്യുന്നു. ആ ബെസ്റ്റ് കോളേജുകളിൽ നമ്മുടെ കുട്ടികൾ പഠിക്കാൻ ഉണ്ടാകുന്നുമില്ല. അപ്പോൾ അതൊരു ഭീഷണിയാണ്. സാറ് പറഞ്ഞത് ആ കാര്യത്തിൽ ഞാൻ സമ്മതിക്കുന്നു. അപ്പോൾ അതിനെന്താ പരിഹാരം? അതിന് പരിഹാരം നമ്മുടെ വേദപാഠ ക്ലാസ്സുകളിൽ ദൈവവചനം പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസും കൂടെ നമ്മൾ പഠിപ്പിക്കുക. നമ്മുടെ രാഷ്ട്ര നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ള ക്രൈസ്തവരാണ് ഇന്നയോളം. ഇനി നാളെ അങ്ങനെ തന്നെ ആയിരിക്കും. നാളെ നമ്മൾ തന്നെയാണ്. നമ്മളെ മറ്റുള്ളവർ എത്ര ഉപദ്രവിച്ചാലും എത്ര ഭീഷണിപ്പെടുത്തിയാലും ക്ഷീണിപ്പിച്ചാലും നമ്മൾക്ക് ചെയ്യാനുള്ള ദൗത്യം ചെയ്യാതിരിക്കാൻ കഴിയില്ല. കാരണം ഒരു ക്രിസ്തു വിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ ഇംപ്ലാന്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം അവൻ നന്മ ചെയ്യണമെന്നുള്ള. സൊസൈറ്റി അവൻ്റെ സൊസൈറ്റിയാണ്. ഈസ് ദ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദ സൊസൈറ്റി ആൻഡ് എവറിത്തിങ് വാട്ട് ഹി ഈസ് ഡൂയിങ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്, നോട്ട് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഹിസ് ഓൺ പേഴ്സണൽ ലൈഫ്. സൊസൈറ്റിയുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതോടൊപ്പം തന്നെ ദൈവ മഹത്വത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അധികം കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത് ക്രൈസ്തവൻ തന്നെയാണ്. ആ ഒരു ബോധ്യം നമ്മുടെ എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് മറ്റവർക്കും
അറിയാമെങ്കിലും നമ്മളത് പറയുന്നില്ല. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചില കോഴി മുട്ടയിട്ട് കഴിഞ്ഞാൽ അത് കിടന്ന് അലറിക്കൊണ്ട് നടക്കും. എന്നാൽ കൂടുതൽ ഉൽപ്പാദനങ്ങൾ നടത്തുന്ന പലരും അത് പറയാറില്ല. ശരിയല്ലേ? മൃഗങ്ങൾ പലതും പറയാറില്ല, ഒച്ചയിടാറുമില്ല. അപ്പോൾ അങ്ങനെ ചില ആളുകളൊക്കെ ഒച്ചയിട്ടുകൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ കഴിഞ്ഞല്ലോ, എല്ലാം കഴിഞ്ഞല്ലോ എന്ന്. അങ്ങനെയൊന്നും പേടിക്കാനില്ല. ഇപ്പോൾ ഭാരതത്തിലുടനീളം സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഒരുപാട് സഭകളുമായിട്ടും സഭാ പിതാക്കന്മാരുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ളൊരു വ്യക്തി എന്നുള്ള നിലയിലും എനിക്ക് ധൈര്യത്തോടെ നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയും, ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റൽ റോളായിട്ടുള്ള ഒരു സമൂഹം എന്ന് പറയുന്ന ക്രൈസ്തവനാണ്. അച്ഛനിടയ്ക്ക് പറഞ്ഞല്ലോ, ഈ ക്രൈസ്തവ സഭകൾ തമ്മിൽ എല്ലാവരും ഒരു ഐക്യത്തോടെ നിന്നാൽ, അങ്ങനെ ഒരു വാക്ക് അച്ഛൻ പ്രത്യേകം എടുത്തു പറയും, അങ്ങനെ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ നമുക്ക് നേരിടാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയും ഇവിടെ ഇല്ല. തീർച്ചയായിട്ടും. പക്ഷേ ഈ ഐക്യത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതിനെ നമുക്ക് എങ്ങനെ അതിജീവിക്കാൻ പറ്റും? അത് കേരളത്തിലാണ് ആ പ്രശ്നമുള്ളത്. ഇപ്പോൾ ഞാൻ തമിഴ്നാട്ടിൽ പല മീറ്റിങ്ങുകൾക്കും പോകാറുള്ള ആളാണ്. ഛത്തീസ്ഗഡിലുണ്ടായിരുന്നു ഈ ഒരാഴ്ചയിൽ ഛത്തീസ്ഗഡ്. ഡൽഹിയിൽ ഞാൻ പല മീറ്റിങ്ങുകളിലും പങ്കെടുക്കാറുണ്ട്. എല്ലാ സഭകളെയും തമ്മിൽ ഐക്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ് UCPI, യുണൈറ്റഡ് ക്രിസ്ത്യൻ പ്രേ ഫോർ ഇന്ത്യ എന്നും പറഞ്ഞിട്ട്. നമ്മുടെ ആർച്ച് ബിഷപ്പായിരുന്ന എമിറേറ്റ്സ് വിൻസെൻസ് കൺസോസ് പിതാവ് ഇപ്പോൾ സുഖമില്ലായിരിക്കുക, പക്ഷേ ഇപ്പോൾ ചാക്കോ പിതാവാണ് അതിൻ്റെ അധ്യക്ഷനായിരിക്കും. നമ്മുടെ ഇഗ്നാത്യോസ് പിതാവാണ് അതിൻ്റെ സൗത്ത് ഇന്ത്യയുടെ ചുമതലയുള്ളത്. അതിനകത്ത് പാസ്റ്റേഴ്സ് ഉണ്ട്, ബ്രദേഴ്സ് ഉണ്ട്, എല്ലാ സഭകളുടെയും അച്ഛന്മാരും എല്ലാവരും, എല്ലാ പിതാക്കന്മാരും ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ സംഭവിക്കുന്ന ഞാനൊരു ചെറിയ ഇൻസിഡൻറ്റ് പറയാം. 2014 ജനുവരി 6 മുതൽ 8 വരെ ബാംഗ്ലൂരിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു മീറ്റിംഗ് നടന്നു. അന്ന് 16 ആർച്ച് ബിഷപ്പുമാരും ബിഷപ്പുമാരും കൂടെ അതിൽ പങ്കെടുത്തു. ആ മീറ്റിങ്ങിൽ 460 പേരുണ്ടായിരുന്നതിൽ എല്ലാ ക്രിസ്തീയ സഭകളുടെയും, ഓർത്തഡോക്സ്, അതുപോലെ മാർത്തോമ, ഇവാഞ്ചലിക്കൽ, ബ്രദറൻ, പെന്തക്കോസ്റ്റൽസ്, മെത്തഡിസ്റ്റ്, ലൂതറൻ, ഇങ്ങനെയുള്ള എല്ലാ CSI, CNI, ഇതിൻ്റെ എല്ലാ നേതൃത്വം നിലനിൽക്കുന്ന അച്ഛന്മാരും ബിഷപ്പുമാരും നേതാക്കന്മാരും പാസ്റ്റേഴ്സും ഒക്കെ അതിനകത്ത് പങ്കെടുത്തു. ഒരുമിച്ച് കൈ കോർത്ത് നിന്ന് പ്രാർത്ഥിച്ചു. ഇന്ത്യൻ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു സംരംഭമായിരുന്നു 2014. വിൻസെൻസ് കൺസോസോ പിതാവായിരുന്നത് ഹോൾഡ് ചെയ്ത് ആ മീറ്റിംഗ് നടത്തിയത്. അത് വളരെ പെട്ടെന്ന് എല്ലാ ഇടങ്ങളിലേക്കും വ്യാപിക്കുകയും നല്ലൊരു മൂവ്മെൻ്റായിട്ട് വരികയും ഭയങ്കര ഐക്യം ഉണ്ടാകുകയും ചെയ്തു. ഞാൻ അതിൻ്റെ നോർത്ത് ഇന്ത്യയുടെ ചുമതല ഉണ്ടായിരുന്നുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകേണ്ടതുണ്ട്. ഞാൻ കണ്ടൊരു കാഴ്ച, അവിടെയൊക്കെയുള്ള ആളുകൾ അവർക്ക് ഈ ഡിനോമിനേഷണൽ ഡിഫറൻസിയേഷനേ ഇല്ല. അവരുടെ ഡൊമസ്റ്റിക് പ്രോബ്ലംസ് എല്ലാ ചർച്ചിനുമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിനകത്ത് ഇടപെടാൻ തയ്യാറല്ല, താല്പര്യവുമില്ല. അത് നമ്മളാൽ പരിഹരിക്കാൻ കഴിയുന്നതല്ല, അവരാൽ മാത്രം പരിഹരിക്കാൻ കഴിയുന്ന കാര്യം. എന്നാൽ ഈ നമ്മുടെ ഇടയിലുള്ള ഐക്യം കേരളത്തിൽ വേണ്ടുന്നത്ര വിധത്തിൽ ഇല്ല എങ്കിലും ഒരു പരിധിവരെയൊക്കെ ഉണ്ട്. ഇതുണ്ടാകാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഇവിടുത്തെ ഈ പറയുന്നതായിട്ടുള്ള നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകൾ ഐക്യപ്പെട്ടുകൊണ്ട് ക്രൈസ്തവൻ്റെ നേരെ ഇവിടെ ഒന്ന് ബലപ്രയോഗം നടത്തിയാൽ മതി. ഇവിടെ എല്ലാ അവന്മാരും എത്ര കൊമ്പത്തിരിക്കുന്നവനാണെങ്കിലും ഒന്നിച്ചു വരും, ഒരു വട്ടമേശയ്ക്ക് തന്നെ ചുറ്റും വരും. അതിവിടില്ല, പക്ഷെ മറ്റു സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് അവിടെ ഭയങ്കര ഐക്യമുണ്ട്. ഈ സഭകൾ തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. പക്ഷേ എൻ്റെ ഒരു വലിയ സ്വപ്നമുണ്ട്, ഈ കത്തോലിക്കനും പെന്തക്കോസുകാരനും യാക്കോബക്കാരനും അല്ലെ ഇവാഞ്ചലിക്കക്കാരും ബ്രദറൻകാരും എല്ലാവരും കൂടെ ഒരു പൊതു തത്വത്തിൽ യേശുക്രിസ്തു എന്ന ആ അടിസ്ഥാന സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, ഒരുപക്ഷെ യോജിക്കാൻ കഴിയാത്ത മറ്റ് പല വിശ്വാസ മേഖലകളും കാണും, അതൊഴിവാക്കിക്കൊണ്ട് ഈശോ മിശിഹ എന്ന അടിസ്ഥാന സത്യത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം, അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. അതാ ഇപ്പോൾ ഞാൻ പറഞ്ഞ UCPI, യുണൈറ്റഡ് ക്രിസ്ത്യൻ. കേരളത്തിൽ അത് സാധ്യമാകുന്നതിന് ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെയും ആ വിധത്തിൽ മീറ്റിംഗ് നമ്മുടെ സിയാലിൽ വെച്ചിട്ട് 1000 പേര് പങ്കെടുത്ത, നാഷണൽ ലെവലിൽ 1000 പേര് പങ്കെടുത്ത വലിയൊരു മീറ്റിംഗ് നമ്മൾ നടത്തി. അത് എനിക്ക് തോന്നുന്നത് കൊറോണയ്ക്ക് 2 കൊല്ലം മുമ്പാണ്. അന്ന് പിന്നെ മാറപ്പുറം പിതാവ് ഉണ്ടായിരുന്നു, നമ്മുടെ കത്തോലിക്ക ബാബ, എല്ലാവരും ഉണ്ടായിരുന്നു. ശരിക്കും അത് നമ്മുടെ കർദിനാൾ പിതാവാണ് ഇവിടെ കേരളത്തിൽ നടത്തണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ടതും. ആലഞ്ചേരി പിതാവായിരുന്നു അത് നടത്തണമെന്ന് ആവശ്യപ്പെട്ടതും. അന്ന് പെന്തക്കോസ്തായിലെ ലീഡേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ മെത്രാന്മാരും വന്നിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട വിധത്തിൽ അങ്ങനെയുള്ള മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ നമുക്കൊരു കോമൺ മിഷൻ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. എന്താ മിഷൻ? സകല ജാതികളോട് നിങ്ങൾ സുവിശേഷം പറയാനായിട്ട് ദൈവവചനത്തിൽ പറയുന്നു. കർത്താവ് നമുക്ക് നിയോഗം തന്നിരിക്കുന്നു. പക്ഷെ നമ്മുടെ നിയോഗം എന്തിലേക്ക് നമ്മൾ ചുരുക്കുന്നു? 4 ഭിത്തിക്കുള്ളിൽ ഒരു കുർബാനയുടെ അവസ്ഥയിലേക്ക് നമ്മൾ ചുരുക്കുകയാണ്.
അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊരു കോമൺ എനിമി ഉണ്ടാകുന്നില്ല. കോമൺ എനിമി ഇല്ലാതെ വരുമ്പം നമ്മൾ പരസ്പരം എനിമികളായിട്ട് മാറും. എപ്പോഴും ഒരു എനിമിറ്റി വേണമല്ലോ, ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകണമല്ലോ മനുഷ്യന്. അപ്പോൾ ആ കോമ്പറ്റീഷൻ കാണുന്നത് അൾത്താറിൽ തന്നെയാണ്. അവിടെയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം. അതേസമയം നമുക്ക് ക്രിസ്തുയേശുവിൽ നമ്മളെല്ലാവരും ഒന്നെന്നുള്ള ചിന്തയോടുകൂടി ഒരു കോമൺ മിഷൻ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഉപ്പാണെന്നും ഭൂമിയുടെ ഉപ്പാണെന്നും ലോകത്തിൻ്റെ വെളിച്ചമാണെന്നുള്ള കർത്താവ് നമ്മളെ പഠിപ്പിച്ച ആ തത്വത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നം തീരും. ലോകത്തിൻ്റെ ഏത് ഭാഗത്തെടുത്തു കഴിഞ്ഞാലും ഈ മെറ്റീരിയലിസത്തിലേക്ക് എപ്പോഴൊക്കെ സഭ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടോ അപ്പോഴൊക്കെ സഭ അധപ്പതിച്ചിട്ടുണ്ട്. കേരളം ഇപ്പം ആത്മീയമായിട്ട് അധപ്പതനത്തിൻ്റെ പാതയിൽ തന്നെയാണ്. ഇനി അധികം വേണ്ട അത് ചവിട്ടി മെതിക്കപ്പെടാനായിട്ട്. എന്നോട് പല അച്ഛന്മാരും പറയാറുണ്ട്, ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ഞങ്ങളുടെയൊക്കെ പള്ളി പൂട്ടിയിടേണ്ടി വരും. കാരണം മെമ്പേഴ്സ് ഇല്ല, ഉള്ള മെമ്പേഴ്സ് എല്ലാം തന്നെ വിദേശത്തേക്ക് പോവുകയാണ്, പിള്ളേരെല്ലാം പഠിക്കാൻ പോവുകയാണ്. അപ്പം പലരും എന്നോട് പറയുന്നുണ്ട്, അച്ഛൻ എഴുതി വെച്ചോ ഇത്ര കൊല്ലം കഴിയുമ്പോൾ ഞങ്ങളുടെ ഈ പള്ളിയൊക്കെ പൂട്ടിയിടേണ്ടി വരുമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഒക്കെ ഞാൻ ചിരിക്കാറുണ്ട്. കാരണം ഇവർക്ക് സഭയുടെ ദൗത്യം എന്താണെന്ന് അറിഞ്ഞുകൂടാ. സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്നുള്ള കർത്താവിൻ്റെ ആ ദൗത്യം ഉള്ളിടത്തോളം കാലം സഭ ഒരിക്കലും പൂട്ടപ്പെടുകയില്ല. സഭ എപ്പോഴും തുറന്നു വെക്കപ്പെടുകയും വിസ്താരപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ മിഷൻ എല്ലാ നേതാക്കന്മാരും ഒന്നുകൂടെ അയവിറക്കിയാൽ, അതിലേക്കൊന്ന് മടങ്ങി വന്നു കഴിഞ്ഞാൽ സാറ് പറഞ്ഞ ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും. എത്രയും വേഗം ആ സ്വപ്നത്തിലേക്ക് ചുവട് വെക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അച്ഛാ, ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. അച്ഛൻ ഈ മലബാർ മേഖലയിൽ ഈ ബഫർ സോണുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശത്ത് നിന്നാണല്ലോ അച്ഛൻ വരുന്നത്. നിലമ്പൂർ മേഖലയിലൊക്കെ ഈ ബഫർ സോൺ പ്രശ്നമുണ്ടോ? ചില മേഖലകൾ, മണിമൂല് പോലുള്ള വഴിക്കടവ ഭാഗത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കറിയാം ഈ ബഫർ സോൺ ബാധകമായിരിക്കുന്ന മേഖലകളിലെല്ലാം ക്രിസ്ത്യാനികൾ കൂടി താമസിക്കുന്ന മേഖലകളാണ്. ഇപ്പോൾ ഹൈ റേഞ്ച് ആയിക്കോട്ടെ, വയനാട് ആയിക്കോട്ടെ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലില്ല. ഇപ്പോൾ കാട്ടുമൃഗങ്ങൾ, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വളരെ ദാരുണമായൊരു സംഭവം, ഒരു കടുവ ഇറങ്ങി ഒരു മനുഷ്യനെ കടിച്ചു കീറിക്കുക, അത്ര ഭയാനകമായ, അത്ര ദാരുണമായ സംഭവം. അതുപോലെ പാലക്കാട് ചില മേഖലകളിലൊക്കെ ടൗണിൽ കൂടെ കാട്ടാനകൾ കൂട്ടത്തോടെ നടക്കും. നിലമ്പൂർ ടൗണിലുണ്ട്. ഇത് എന്തൊരവസ്ഥയാണ് ഇത്! വാസ്തവത്തിൽ മനുഷ്യനേക്കാൾ വില കാട്ടിലെ മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഇവിടെ എല്ലാം വാസ്തവത്തിൽ ഈ ബഫർ സോൺ പ്രശ്നം ഇവിടെ ഗവൺമെൻറ് ആരെയും ഇറക്കി വിടേണ്ട അവസ്ഥയൊന്നും വരത്തില്ല, തന്നെ ഇറങ്ങിക്കൊള്ളും. കാരണം ഇതുപോലെയുള്ള സ്ഥിതികൾ സ്ഥിരമായിട്ടുണ്ടായാൽ ആ നാട്ടിൽ നിന്ന് ജനങ്ങൾ പുറത്തു പോകാൻ നിർബന്ധിക്കപ്പെടും. ഇപ്പോൾ അങ്ങനെയുള്ള മേഖലകളിലേക്ക് ഒരു പെൺകൊച്ചിനെ കെട്ടിച്ചു വിടത്തില്ല. അവിടെയുള്ള ചെറുപ്പക്കാർക്ക് പെണ്ണ് കിട്ടാതെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും. അപ്പോൾ ഈ പ്രശ്നത്തെയൊക്കെ നമുക്ക് എങ്ങനെ ക്രൈസ്തവ സഭകൾക്ക് ഇതിനെ അതിജീവിക്കാൻ പറ്റും? അതിന് നമുക്കൊരു രാഷ്ട്രീയമില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ക്രൈസ്തവനൊരു രാഷ്ട്രീയമില്ല. പോളിസി മേക്കേഴ്സാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്നുള്ളത് തീരുമാനിക്കുന്നവർ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനിർമ്മാണങ്ങളെല്ലാം നടക്കുന്നത്. ക്രൈസ്തവർ ഒരു സമയത്ത് പോളിസി മേക്കേഴ്സായിരുന്നു. കേരളത്തിൻ്റെ ആകട്ടെ ഭാരതത്തിൻ്റെ ആകട്ടെ. ഭാരതത്തിൻ്റെ ഭരണഘടനയൊക്കെ ക്രൈസ്തവൻ്റെ കോൺട്രിബ്യൂഷനാണെന്ന് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ കേരളത്തിലാണെങ്കിലും രാഷ്ട്രീയ നിലപാടുകളിൽ പോളിസി മേക്കേഴ്സിൽ നമ്മളില്ല എന്നുള്ളതാണ് സത്യം. ഉണ്ടെങ്കിൽ ഈ ഒരു അബദ്ധം ഉണ്ടാകുകയില്ല. നമ്മൾ പറയും ഇന്ന ആളുകളില്ലേ, അവർക്ക് അവിടെ ഒരു വോയിസും ഇല്ല. പോളിസി ഉണ്ടാക്കുന്നതൊക്കെ ഇതിനെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവുമില്ലാത്ത ടൗൺഷിപ്പിൽ താമസിക്കുന്ന യാതൊരു വേവലാതിയുമില്ലാത്ത ചില ആളുകളാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് ബോധേടാകേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ പോളിസി മേക്കേഴ്സിന്, നമ്മൾ പൊളിറ്റിക്കൽ ഫീൽഡിൽ ക്രൈസ്തവ സമൂഹം ഒരുമിച്ച് നിൽക്കേണ്ടത്. നമ്മൾ വോട്ട് ബാങ്കേഴ്സ് പോലും അല്ല, അതറിയത്തില്ലേ, നമ്മൾ വോട്ട് ബാങ്കേഴ്സ് പോലും അല്ല. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് നേരത്തെ ഫസ്റ്റിൽ സാർ ചോദിച്ച ചോദ്യം ഇവിടെ ഇച്ചിരി പ്രസക്തമായിട്ടുള്ള, നമുക്കൊരു കോമൺ എനിമി ഇല്ലെന്ന് ഞാൻ പറഞ്ഞാലും കോമൺ എനിമി ഉണ്ട്. പൊളിറ്റീഷ്യൻസ് നമ്മുടെ കോമൺ എനിമി തന്നെയാണ്. കാരണം നമ്മളെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. നമ്മൾ ഡിവൈഡ് ചെയ്യപ്പെട്ടെങ്കിൽ മാത്രമേ അവർക്ക് അതിൽ കൂടെ വിന്നിങ് നടക്കുകയുള്ളൂ. നമ്മുടെ ലീഡേഴ്സ്, ക്രൈസ്തവ ഭാഗത്തു നിന്ന് ലീഡേഴ്സ് വരാതിരിക്കണം. അതിന് മനഃപൂർവ്വമായിട്ട് എവിടെല്ലാം യോജിച്ച് പ്രവർത്തിക്കാമോ അവിടെയൊക്കെ തന്ത്രപൂർവ്വം യോജിച്ച് പ്രവർത്തിക്കും. ഞാൻ വേറൊന്നും കൊണ്ടും പറയല്ല, ഒരു ചെറിയ ഉദാഹരണം പറയാം. കഴിഞ്ഞ പ്രാവശ്യം, ഈ പ്രാവശ്യം അല്ല, അതിന് മുമ്പത്തെ പ്രാവശ്യം നടന്ന ഒരു ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു കാര്യം പറയാം. ഒരു പ്രത്യേക പാർട്ടി രൂപീകരിച്ച് വിജയം വരിക്കേണ്ടുന്നതായ സാഹചര്യം വന്നപ്പോൾ അവർക്കെതിരെ ഇവിടുത്തെ 3 പാർട്ടികൾ, ശത്രുക്കളെന്ന് നമ്മൾ വിചാരിക്കുന്ന 3 പാർട്ടികൾ ആ ഒരൊറ്റ പാർട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടി 3 കൂട്ടർ ഒരുമിച്ച് ഒരു സംഭവം നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി, കാരണം ആ വ്യക്തി രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പോളിസി മേക്കിങ്ങിലെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉണ്ടാവും. അദ്ദേഹം ഒരു
വോയിസ് ആയിട്ട് മാറും, കേരളത്തിൻ്റെ വോയിസ് ആയിട്ട് ക്രൈസ്തവ സമൂഹത്തിൻ്റെ, അല്ലെങ്കിൽ സാധാരണ മനുഷ്യൻ്റെ. അദ്ദേഹം അങ്ങനൊരു ക്രിസ്തു പക്ഷപാതിയൊന്നും അല്ല കേട്ടോ, എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളാണ്. പക്ഷേ പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. അത് തന്നെ അവർക്ക് താല്പര്യമില്ല. ഇവിടുത്തെ കാർഷിക മേഖലയിൽ കൈയടക്കി വെച്ചിരിക്കുന്ന ക്രൈസ്തവനാണെന്നുള്ളൊരു ധാരണയുള്ളതുകൊണ്ട് അവനെ ഏതെല്ലാം വിധത്തിൽ അധപ്പതനത്തിലേക്ക് കൊണ്ടുവരാമോ, അവനെ ചിഹ്നിപ്പിക്കാമോ, അവനെ പരിഭ്രമിപ്പിക്കാമോ, അവനെ ഇല്ലായ്മ ചെയ്യാമോ, അതിൻ്റെ ഒരു സ്ട്രാറ്റജി പോളിസിയിൽ കിടപ്പുണ്ട്. ആ പൊളിറ്റിക്സാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ദാരിദ്ര്യം, ഏറ്റവും വലിയ അപകടം. അത് തിരിച്ചറിയാൻ ഇന്ന് വരെ നമ്മുടെ സഭാ നേതൃത്വം എന്ന് പറഞ്ഞാൽ ഞാനും ഉൾപ്പെടും അതിനകത്ത്, നമുക്ക് സാധിക്കുന്നില്ല. സാധിച്ചാൽ തന്നെ എന്ത് ചെയ്യാൻ കഴിയും? നേരത്തെ ആ യൂണിറ്റിയെക്കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും ഈ ഒരു തലത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമുക്ക് ചാഞ്ചാട്ടമാണ്, അല്ലേ? ഇന്ന് ഒരു മെത്രാപ്പോലത്തെ ഒരു പ്രസ്താവന ഇറക്കി നാളെ അദ്ദേഹം തന്നെ തിരുത്തി പറയും, അല്ലെങ്കിൽ അതിനെ അവിടെ കടന്ന് ഉരുളും. ഞാൻ സ്വയവിമർശനത്തിലേക്ക് പോവുക, എൻ്റെ കാര്യം കൂടെ ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഇന്ന് ഒരു സഭയുടെ പരമാധ്യക്ഷൻ ഒരു കാര്യം പറയും, അവർ ഞങ്ങൾക്ക് അസ്പൃഷ്ടരല്ല, ഇവർ ഞങ്ങൾക്ക് അസ്പൃഷ്ടരല്ല, ഇവരല്ല. ആരും നമുക്ക് അസ്പൃഷ്ടരൊന്നുമല്ല. പക്ഷെ നമ്മുടെ മേഖലകളിൽ കഷ്ടപ്പെടുന്ന ജനത്തിന് വേണ്ടി ഞങ്ങൾ നിൽക്കുമെന്ന് തൻ്റെ അടുത്തോടെ പറയാൻ ആരുണ്ട്? ഞാൻ എൻ്റെ ജനത്തിൻ്റെ ഒപ്പം നിൽക്കും. ഇപ്പം കടുവ കൊണ്ടുപോയിരിക്കുന്ന ഒരു മനുഷ്യ ജീവിതം, നമ്മുടെ ഒരു സഹോദരൻ്റെ ജീവിതമാണ്. ആ ജീവന് വേണ്ടിയിട്ട് എന്താണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തിട്ടുള്ളത്? അത് നിർത്താനായിട്ട് നേരത്തെ സംഭവിച്ചാണല്ലോ. കാട്ടാനയുടെ കാര്യം പറഞ്ഞു. കാട്ടാന ഇപ്പം നാട്ടിലൊക്കെ സുഖമായിട്ട് വസിക്കുകയാണ്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അടുത്ത സമയത്ത് എലിയെ കൊല്ലുന്നത് പോലും കുറ്റകരമാക്കി, അതിൽ പിൻവലിച്ചുകൊണ്ടുള്ള ഇതൊക്കെ ഓർഡറൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം എലിയെ പോലും കൊല്ലാൻ, ചുണ്ടലിയെ കൊല്ലാൻ പാടില്ല എന്നുള്ള നിയമം പോലും ഉള്ളൊരു രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് ക്രൈസ്തവനെ. കാരണം അവൻ അധ്വാനശീലനാണ്, അവൻ എവിടെയും പോയി താമസിക്കും. എന്നോട് മുമ്പൊരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, നിങ്ങൾ ക്രൈസ്തവർക്ക് എവിടെയും പോയി ഒറ്റയ്ക്ക് പാർക്കാൻ പേടിയില്ലല്ലോ, അതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്നവനായ സർവശക്തനായ ദൈവം സത്യവാനായ ദൈവമായതുകൊണ്ട് ഞങ്ങളോട് കൂടെ എല്ലായ്പ്പോഴും ഉണ്ടാകുമെന്ന് ഉറപ്പ് വന്നിട്ടുള്ളതുകൊണ്ട് ആ ഒരു ധൈര്യം ഞങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ്. പിതാപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഏറ്റിരിക്കുന്നതായിട്ടുള്ള സ്നാനമുണ്ടല്ലോ, ആ സ്നാനത്തിൽ ഞങ്ങൾക്ക് ഒരു ഉറപ്പുണ്ട്, ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള വിശ്വാസത്താലുള്ള ഉറപ്പ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എവിടെയും പോയി താമസിക്കാൻ ഒരു ഭയമില്ലെന്നൊക്കെ അന്ന് ഞാൻ പറഞ്ഞു. ശരിയാണ്, നമ്മുടെ ആളുകൾക്ക് ഒറ്റയ്ക്ക് പോയി അധ്വാനിക്കുന്ന ഒരു മടിയുമില്ല. അവർ അധ്വാനിക്കുന്നതിൻ്റെ വേദന അവർക്ക് കിട്ടുന്നുണ്ടോ? അവരുടെ സന്താന പരമ്പരകൾ എന്തുകൊണ്ട് വീട് വിട്ടു പോകുന്നു, നാട് വിട്ടു പോകുന്നു, അവർ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നു? കാരണം അവർക്കറിയാം ഇവിടെ അവർ സുരക്ഷിതരല്ല എന്നുള്ളത്. ആ സുരക്ഷിതത്വ ബോധം കൊടുക്കാനായിട്ട് ഇവിടുത്തെ ഭരണാധിപന്മാർക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇത്രയും അധികം ആളുകൾ ഇവിടുന്ന് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് റീലൊക്കേറ്റ് ചെയ്യപ്പെടേണ്ടി വരുന്നത്. എങ്ങനെയെങ്കിലും ആ സ്ഥലങ്ങളിൽ കൂടെ എൻക്രോച്ച് ചെയ്യുക എന്നുള്ള ഒരു പൊളിറ്റിക്സ് അതിനകത്ത് കിടപ്പുണ്ട്. അത് തുറന്ന് പറയുന്നതിന് എനിക്ക് ഇച്ചിരി വിഷമമുണ്ടെങ്കിലും പറയാതിരിക്കാൻ വയ്യ. അതിനകത്തൊരു വൽക്കരണം നടപ്പുണ്ട്, ഒരു വൽക്കരണം ഒളിഞ്ഞു കിടപ്പുണ്ട്. അതിൻ്റെ ബാക്കി നിങ്ങൾക്ക് പൂരിപ്പിക്കാം. ക്രൈസ്തവ സമുദായം പൊതുവെ ഒരു കോൺഗ്രസ് അനുഭാവികളാണ്, UDF അനുഭാവികളാണെന്നാണ് പറയപ്പെടുന്നത്. ആ കാഴ്ചപ്പാടിനൊക്കെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രൈസ്തവരുടെ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാപിക്കപ്പെട്ട പ്രവർത്തിക്കുന്ന, അതിന് പേരിൽ ക്രൈസ്തവരെ ഉപയോഗിച്ച് വിൻ ചെയ്യുന്ന പാർട്ടികൾ, ഇവരാരും ക്രൈസ്തവർക്ക് വേണ്ടി ഒരു ചെറുവിരലനക്കാൻ അല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ഒരു ശബ്ദമുയർത്തി നിയമസഭയിൽ നിന്ന് സംസാരിക്കാൻ ഒരാളും തയ്യാറാകുന്നില്ല. അങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ ഈ ക്രൈസ്തവർ എല്ലാവരും കൂടെ ചേർന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, ഇപ്പോൾ പല സംഘടനകൾ അവിടെ ഇവിടെയൊക്കെ ഒത്തിരി ഉണ്ടാകുന്നുണ്ട്, പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു പൊതു പ്ലാറ്റ്ഫോം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയെക്കുറിച്ച് അങ്ങ് ചിന്തിച്ചിട്ടുണ്ട്? അല്ല, ഞങ്ങൾ അതിനെക്കുറിച്ച് വളരെ ഗൗരവമായി തന്നെ പലരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ചിന്തിക്കുക മാത്രമല്ല, ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നും അങ്ങനെ ഒരു ചർച്ച രാവിലെ നടത്തപ്പെട്ടു. ഒരു 2-3 പ്രധാനപ്പെട്ട ആളുകളുമായിട്ട്. മിനിഞ്ഞാന്ന് വൈകിട്ട് ഞാൻ ഛത്തീസ്ഗഡിൽ നിന്ന് തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവുമായിട്ട് ഞാനൊരു വിളിച്ച് ഞങ്ങൾ സംസാരിച്ചു. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് മറ്റൊരു സംസ്ഥാനത്തിൻ്റെ ഗവർണറുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തു. അപ്പം ഇതിലെല്ലാം ഉരുത്തിരിഞ്ഞൊരു കാര്യം, ക്രൈസ്തവനെ സംബന്ധിച്ച് അവൻ ഒരിക്കലും ഒന്നായി ചിന്തിക്കുകയല്ലെന്നുള്ള ഇവർക്ക് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്, ഇതിൻ്റെയൊക്കെ ഈ ടോക്കിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ. പിന്നെ എപ്പോഴും ആശ്രിതരായിട്ട് കഴിഞ്ഞോളൂ എന്നുള്ള നിശ്ചയവും ഇവർക്കുണ്ട്.
ഇവരുടെ എല്ലാം സംസാരത്തിൽ നിന്ന് അത് മനസ്സിലായി. അതിനകത്ത് ചിലരെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയും ചെയ്തു. ക്രൈസ്തവൻ അവരെയൊക്കെ വിളിച്ച് പ്രോഗ്രാം നടത്തും, നമ്മളൊന്നല്ലേ എന്നൊക്കെ പറയും. പക്ഷേ നമ്മളൊന്നാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ അവിടെ അവർ ഒന്നല്ല രണ്ടാണ്, തീന്മേശയിൽ നമ്മൾ ഒന്നല്ല എന്ന് കാണിക്കുന്ന അതേ പരിപാടിയാണ് കാണിക്കാറുള്ളത്. അപ്പം ഇവിടെയാണ് നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കലല്ല, ഉള്ള രാഷ്ട്രീയ പാർട്ടി നമ്മൾ സ്ഥാപിച്ചതാണ്. ഇവിടുത്തെ പല രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ പിതാക്കന്മാരുണ്ടാക്കിയതാണ് അല്ലേ? നമ്മുടെ പിതാക്കന്മാരില്ലായിരുന്നെങ്കിൽ ഇവിടെ കോൺഗ്രസ് പാർട്ടി ഉണ്ടാകുമായിരുന്നോ? നമ്മുടെ പിതാക്കന്മാരുണ്ടാക്കി ആ പാർട്ടിയെ മറ്റുള്ളവർ എൻക്രോച്ച് ചെയ്തു, അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരുപയോഗിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെയുള്ളതിനെക്കുറിച്ച് തന്നെ റീതിങ്ക് ചെയ്തുകൂടാ? കോൺഗ്രസ് എന്ന് ഞാൻ പഴയ പാർട്ടി ആയതുകൊണ്ട് പറഞ്ഞാണ്. ഇപ്പോൾ ഇടതുപക്ഷമാണെങ്കിലും ഇടതുപക്ഷത്തിന് ഒരു പ്രത്യേക മതത്തോട് വളരെ പ്രീണനം ഈ അടുത്ത സമയത്ത് വന്നിട്ടുണ്ടല്ലേ, നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയും അവർ പറയും മതേതരത്വമാണ്, അല്ലെങ്കിൽ എന്നാ പറയുക ഭൗതികവാദം സിദ്ധാന്തമൊക്കെ പറയും. പക്ഷേ ആ മതത്തിൻ്റെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും സൂക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് തങ്ങളെന്നുള്ളത്. ഇപ്പോൾ വേണ്ട, ഞാനിവിടെ ഇല്ലായിരുന്നെങ്കിലും കേട്ട ന്യൂസ് അനുസരിച്ച് ആലപ്പുഴയിൽ 2 ദിവസമായിട്ട് നടക്കുന്ന ഒരു വിവാദമുണ്ടല്ലോ. ഒരു പാർട്ടിയുടെ പ്രധാനി ഏതിലാണ് പിടിക്കപ്പെട്ടിരിക്കുന്നത്? പാലാ പിതാവ് ആ കാര്യത്തെക്കുറിച്ച് ഒരിക്കൽ പറഞ്ഞപ്പം ഇവിടെ ഇളക്കിയ ആളുകളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ല, എന്നിട്ട് തെളിയിക്കപ്പെട്ടിട്ടും അതിനെ ന്യായീകരിക്കാൻ ഒരു മന്ത്രിയും കൂടെ ഇറങ്ങിയിരിക്കുന്നു. അപ്പം ഇവരെയൊക്കെ ജയിപ്പിച്ചത് ക്രൈസ്തവനും കൂടിയാണ്. കാരണം നേരത്തെ സാറ് പറയാൻ ഉദ്ദേശിച്ചായിട്ടുള്ള കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയും കൂടെ വോട്ട് ചെയ്തിട്ടാണ് ഇവരൊക്കെ അധികാരത്തിൽ കയറിയിരിക്കുന്നത്. എന്നിട്ട് ഈ ക്രൈസ്തവൻ്റെ ഒരു കാര്യം വരുമ്പോഴത്തേക്ക്, സാമുദായികമായിട്ടൊരു കാര്യം വരുമ്പോഴത്തേക്ക് ഒരു ധ്രുവീകരണം ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഇത്തരം ആളുകൾ. അവിടെ അത് തിരിച്ചറിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. ഇവിടെ പോളിസി മേക്കിംഗ്, നമുക്കൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യമില്ല. നമുക്കുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ എല്ലാവരും പങ്കാളികളായിട്ട് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ വിജയിക്കാവുന്നേ ഉള്ളൂ. പോളിസി നമുക്കുണ്ടാക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ പോളിസി എന്ന് പറയുമ്പോൾ ക്രൈസ്തവനെ സഹായിക്കുന്നതല്ല, രാഷ്ട്ര നിർമ്മിതിക്കുള്ള പോളിസി. എപ്പോഴും ഓർത്തോണം, ക്രൈസ്തവൻ ഉണ്ടാക്കിയിട്ടുള്ള പോളിസിയോ പ്രവർത്തനങ്ങളോ ഒന്നും അവന് മാത്രമായിട്ടുണ്ടാക്കിയിട്ടുള്ളതല്ല. ഞാൻ ചോദിക്കട്ടെ, സ്കൂളുകൾ നമ്മളുണ്ടാക്കി, ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കി, ഇതെല്ലാം നമുക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ആളുകൾ എത്ര പേർ അവിടെ പഠിക്കുന്നുണ്ട്? ഞാൻ പറഞ്ഞ നോർത്ത് ഇന്ത്യയിൽ അവിടെ പോയി എന്തിനാ സ്കൂളും ഇതൊക്കെ ആശുപത്രികളും സ്ഥാപിക്കുന്നത്? അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ്, അവരെ വളർത്തിയെടുക്കാനായിട്ടാണ്. അവരെ ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ല, അവരെ ക്രിസ്ത്യാനി ആക്കാനുമല്ല, മറിച്ച് ആ സമൂഹത്തെ നമ്മുടെ സഹോദരങ്ങളായി കാണുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ ബോധ്യത്തോടെ നമ്മൾ പ്രവർത്തിച്ചാൽ തന്നെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും. അതിനെല്ലാവരും കൂടെ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഞാൻ പറയാമല്ലോ, നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പോളിസിയിലും ഏറ്റവും നല്ലതായിട്ടുള്ള ലീഡേഴ്സിനെ ഇവിടെ തിരഞ്ഞെടുക്കാനായിട്ടും മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. വളരെ നന്ദി ഫാദർ ജോൺസൺ തേക്കടയിൽ. അങ്ങ് വളരെ തിരക്കുകളുടെ നടുവിലായിരുന്നു. ഛത്തീസ്ഗഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഈ തിരക്കുകളുടെ ഇടയിലും ഇവിടെ നമ്മുടെ ഷെക്കന ടെലിവിഷൻ്റെ പ്രേക്ഷകരുമായിട്ട് അങ്ങയുടെ വിലപ്പെട്ട അറിവുകളും കാഴ്ചപ്പാടുകളുമൊക്കെ പങ്കുവയ്ക്കാൻ അങ്ങ് കാണിച്ച ഈ വലിയ സ്നേഹത്തിനും മനസ്സിനും പ്രത്യേകം നന്ദി. താങ്ക് യു വെരി മച്ച്.